ഈവനിങ് ആയപ്പോൾ ഇതേ തുണികളൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഉണങ്ങാനായിട്ട്. നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വേഗം കൈയോടെ തന്നെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുണി മടക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടി നമ്മുടെ മുറ്റടിക്കലായിരുന്നു കേട്ടോ. അപ്പോൾ മുറ്റടിക്കുമ്പോൾ എപ്പോഴും പുല്ല് പറിച്ചിട്ടാണ് ഞാൻ മുറ്റടിക്കാറുള്ളത്. അപ്പോൾ അമ്മ എന്നോട് പറയും മുറ്റടിക്കുമ്പോൾ എപ്പോഴും ഇത്തിരിശ പുല്ലിങ്ങനെ വലിച്ച് അടിച്ച് വെച്ചാൽ പിന്നെ കുറച്ചീശ പുല്ല് കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട്. എന്നാലും എത്ര വലിച്ചാലും പുല്ലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വേഗം വിളക്കൊക്കെ കഴുകി വെക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വേഗം വിളക്ക് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിളക്ക് കഴുകൽ കഴിഞ്ഞിട്ട് പിന്നെ വേഗം തീ കത്തിച്ചിട്ട് കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗ്യാസിൻ്റെ ക്ഷാമം കാരണം നമ്മൾ അടുപ്പിലായിട്ട് തീ കത്തിക്കണത്. അപ്പോൾ അതേ തീ കത്തിച്ചിട്ട് ഞാൻ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വേഗം പോയി കുളിച്ചു കേട്ടോ. ഞാൻ കുളിക്കാൻ കയറുമ്പോൾ തന്നെ മഴ ഇങ്ങനെ തൂളി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കുളിച്ചിറങ്ങി കഴിഞ്ഞിട്ടാട്ടോ പിന്നെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ കുളിച്ചിറങ്ങി കഴിഞ്ഞ് പുറത്ത് നോക്കുമ്പോൾ ഇങ്ങനെ തൂളി നിൽക്കുമായിരുന്നു കേട്ടോ. നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ തൂളി നിന്നിട്ട് പിന്നെ ഇതേ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ മഴ പെയ്തപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നു കേട്ടോ. കാരണം നല്ല മഴ പെയ്യുമ്പോൾ നമ്മൾ വിളക്ക് കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ വിളക്ക് എന്തായാലും കിടും. അപ്പോൾ ഞാൻ മഴ കുറയാൻ വേണ്ടി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് മഴ കുറഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ വിളക്കിൽ എണ്ണയൊക്കെ ഒഴിച്ച് തിരിയൊക്കെ ഇട്ട് അങ്ങനെ വിളക്ക് കൊളുത്തിയിട്ട് അപ്പോൾ വിളക്ക് കൊളുത്തി കഴിഞ്ഞ് ഒരു അരമണിക്കൂർ ഇന്നും പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. വൈകുന്നേരം അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ വൈകുന്നേരം ആണെങ്കിലും കാലത്താണെങ്കിലും പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനൊക്കെ ഒരു ശാന്തിയും സമാധാനവും മനസ്സിനൊക്കെ ഒരു സുഖമൊക്കെ കിട്ടണം പോലെ കേട്ടോ. എനിക്ക് അങ്ങനെയാണ് തോന്നാറുള്ളത് കേട്ടോ. അപ്പോൾ അതേ ഇന്നത്തെ വീഡിയോ ഇട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ സി യോ. വീഡിയോ ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. ടാറ്റാ.